പീസായിട്ടിരിപ്പുണ്ട്. അടിപൊളി സാധനം. ഇത് വാങ്ങുന്നത് കൊള്ളാം കേട്ടോ. ഇത് പിന്നെ ഇത് വന്നിട്ട് ഡിസ്പ്ലേയിലിട്ട് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ പൊക്ക, ക്യാമറ ക്വാളിറ്റി ഒക്കെ. ഗാലക്സി S6 എഡ്ജ് ഒരു പൊളി സാധനം തന്നെ കേട്ടോ. അത് വലിയ ഡിഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും വില കുറവാണ്. അപ്പൊ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വിളിക്കേ. പിന്നെ ഐഫോണിന്റെ ഒരു X വന്നിട്ടുണ്ട്. വലിയ ഡിഫക്റ്റോ കാര്യങ്ങളോ യാതൊന്നും തന്നെ ഇല്ല. വീഡിയോ മുഴുവൻ കണ്ടിട്ട് വിളിക്കേ. പിന്നെ X9 ആണ്. S9 നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നേ. അത് ഇത്തിരി നല്ല കണ്ടീഷൻ സാധനമായിരുന്നു. ഇത് ഇച്ചിരി പ്രോബ്ലങ്ങളൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ. S6+ ആണ് സാധനം. അപ്പൊ അതിൽ നിന്ന് കുറച്ച് അപ്ഡേറ്റ് ആണ്. എന്നാലും അത്ര കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വന്നതല്ലേ, നമ്മുടെ ഷോപ്പിൽ വന്നതായോണ്ട് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാന്ന് വിചാരിച്ചതേ ഉള്ളൂ. 126GB റാമില് 128 S6+ ആണ്. ഡിസ്പ്ലേ കംപ്ലൈന്റ് ബോയ്സ് ഇപ്പൊ കാണുന്നൊക്കെ ഉണ്ട്. എന്നാലും ഒരു ഷെയ്ഡ്, മൊത്തത്തിലൊരു ഷെയ്ഡും ഗ്ലാസ്സിൽ ഒരു പൊട്ടലും ഉണ്ട്. മൊത്തത്തിൽ ഒരു ഷെയ്ഡ് ഒരു അവസ്ഥയാണ്. ഡിസ്പ്ലേ കംപ്ലൈന്റ് ആണ് ഗൈസ്. 7 രൂപ പ്രൈസ് വരുന്നു. അതിന്റെ വിലയുള്ള സാധനം ഇല്ല. അപ്പം അത് നമുക്ക് അത്ര കംഫർട്ടായിട്ട് തരാൻ പറ്റില്ല. പിന്നെ ഒരു 5 രൂപ റേഞ്ചില് ഇത് കൊള്ളാം കേട്ടോ. ഡിസ്പ്ലേ കൊള്ളാം. S8 ഡിസ്പ്ലേ കൊള്ളാം. ഈ ഭാഗത്ത് താഴെ ഉള്ള ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് ഉണ്ട് ഈ ഭാഗത്ത്, കണ്ടില്ലേ? ഈ ഒരു ഡിഫക്റ്റ് ഉണ്ട്. സ്റ്റോറേജ് 4GB റാമില് 164 സ്റ്റോറേജ്. 4GB റാമില് 64 ഉള്ളു. 5000 പ്രൈസ് വരുന്നത്. വേറെ ഗ്ലാസ് കണ്ടില്ലേ? ഗ്ലാസ് നല്ല ഡിഫക്റ്റ് ഉണ്ട്. ഇതേ കണ്ടിട്ട് ആഗ്രഹിക്കട്ടെ എന്ന് പറയില്ലേ? ഇതൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട് ഈ ഫോണിനൊക്കെ. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും വലുതായിട്ട് നമ്മൾക്കൊന്നും ഇല്ല. പിന്നെ ഐഫോണിന്റെ കേസ് പറയുകയാണെങ്കിൽ ഐഫോൺ കൊള്ളാം കേട്ടോ. ഐഫോൺ X ആണ് മോഡല്. 256 സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ഹെൽത്തിലോട്ട് പോവാതെ. ബാറ്ററി ഹെൽത്ത് 100. ബാറ്ററി മാറിയതാണ് കേട്ടോ. ബാറ്ററി മാറിയതാണ്. 100 ബാറ്ററി ഹെൽത്ത്. 256 സ്റ്റോറേജ് വരുന്ന ഐഫോൺ X ആണ്. ലാസ്റ്റ് അപ്ഡേറ്റ് ഇടാൻ നോക്കാം. ലാസ്റ്റ് അപ്ഡേറ്റ് 16 ആണ് കേട്ടോ. 16.7.10 ആണ് ലാസ്റ്റ് സോഫ്റ്റ്വെയർ. അപ്പം ഇപ്പൊ 18 അല്ലേ? 2 സോഫ്റ്റ്വെയർ കട്ടായിരിക്കുകയാണ്. ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കാം, ഫോൺ പേ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഇത് വന്നിട്ട് 15 വരുന്ന പ്രൈസ്. 13,500 പ്രൈസ് വരുന്നു. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ എഡ്ജ് ഇത് പൊളി കേട്ടോ സാധനം. നല്ല ബാക്ക് ഗ്ലാസ് ഒക്കെ കണ്ടീഷൻ പീസ് ആയിട്ടിരിപ്പുണ്ട്. അടിപൊളി സാധനം. ഇത് വാങ്ങുന്നത് കൊള്ളാം കേട്ടോ. ഇത് പിന്നെ ഇത് വന്നിട്ട് ഡിസ്പ്ലേയിലിട്ട് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ പൊക്ക, ക്യാമറ ക്വാളിറ്റി ഒക്കെ പക്ക. പൊളി സാധനം കേട്ടോ, ഒരു വിഷയമില്ല. പിന്നെ ഇതില് ഡിഫക്റ്റ് എന്തായാലും എടുത്ത് പറഞ്ഞല്ലോ. ഡിഫക്റ്റ് ചെയ്താ ഈ വൈറ്റ് കണ്ട, വൈറ്റിന്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഡോട്ട് കാണുന്നുണ്ട്. ബ്ലാക്ക് ഡോട്ട്, ചെറുതായിട്ടൊരു പുള്ളി കാണുന്നുണ്ട്. ആ ഒരു ഡോട്ട് മാത്രം ഇതിൽ പ്രശ്നമായിട്ടുള്ള 5000 രൂപയാണ് പ്രൈസ് വരുന്നത്. 4GB റാമില് 64 സ്റ്റോറേജ് വരുന്ന S6 എഡ്ജ് ആണ് മോഡല്. ഡിഫക്റ്റ് മനസ്സിലായില്ലേ? ഇവിടെ ചെറിയ ഡോട്ട് കാണുന്നുണ്ട് ഡിസ്പ്ലേയില്. ഇതിന്റെ വേറെ ഈ ഭാഗത്തായിട്ട് ആ ഒരു ഡോട്ടാണ് ഇതിന്റെ വിഷയം. വേറെ ഡിഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ബോഡി കണ്ടീഷനൊക്കെ നല്ല കണ്ടീഷനാണ്, യാതൊരു ഡിഫക്റ്റും ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഐഫോൺ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ വരാം. ബൈ. ഇപ്പൊ ഇത്രയുള്ള നമ്മൾ സ്റ്റോക്ക് ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണും. ബൈ.